എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ഭരണഘടന ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്ന സെഷനിലേക്ക് സ്വാഗതം. ഇതിൽ 10 ചോദ്യങ്ങൾ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള 10 ചോദ്യങ്ങളാണ്. റിവിഷന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇങ്ങനെയൊരു ഫോർമാറ്റിൽ ഈ ക്ലാസ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് സാമ്പത്തിക സാമൂഹിക ആസൂത്രണം ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നമുക്കറിയാം 3 ലിസ്റ്റ് ഉണ്ട്: കൺകറൻറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റ് അല്ലേ. എന്താണ് ഈ മൂന്നിൻ്റെയും വ്യത്യാസം എന്ന് പറയുന്നത്? യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ ആർക്കാണ് നിയമം ഉണ്ടാക്കാൻ പറ്റുക? പാർലമെൻറ്റിനാണ് നിയമം ഉണ്ടാക്കാൻ പറ്റുക. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ് അഥവാ പാർലമെൻറ്റിനാണ് നിയമം ഉണ്ടാക്കാൻ പറ്റുക അല്ലേ. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളിൽ സ്റ്റേറ്റിന് മാത്രമായിരിക്കും അധികാരം. കോൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ ലിസ്റ്റിൽ നിന്നുള്ള വിഷയങ്ങളിൽ 2 പേർക്കും, അതായത് സ്റ്റേറ്റിനും അതുപോലെ തന്നെ പാർലമെൻറ്റിനും നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നാണ്. അപ്പോൾ സാമ്പത്തിക സാമൂഹിക ആസൂത്രണം ഉൾപ്പെടുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് കോൺകറൻറ്റ് ലിസ്റ്റാണ്. കോൺകറൻറ്റ് ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന സ്റ്റേറ്റിനും അതുപോലെ തന്നെ പാർലമെൻറ്റിനും ഒരുപോലെ ആ വിഷയങ്ങളിൽ നിയമം ഉണ്ടാക്കാൻ പറ്റും. വൈൽഡ് ലൈഫ്, എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള ലിസ്റ്റുകളും ഒക്കെ ഏതാണ്? ഈ കോൺകറൻറ്റ് ലിസ്റ്റിലാണ് ഉള്ളത്. 2, ലോക്സഭ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയ വർഷം എപ്പോഴാണ്? ലോക്സഭ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയ വർഷം. വിസിൽ ബ്ലോവേഴ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാരെ, അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന ആക്ട് നിലവിൽ വരുത്തിയത്. ലോക്സഭ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയ വർഷം 2011 2011. കൃഷി ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇങ്ങനെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ പരീക്ഷയായിട്ട് വരാറുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഏത് ലിസ്റ്റിലാണ് ചില സബ്ജക്ട്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മനസ്സിലായി. ഇപ്പോൾ കൃഷി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. ഇത് ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏത് ഗവൺമെൻറ്റിനാണ് ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കൃഷി ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. യൂണിയൻ ലിസ്റ്റിലല്ല, സ്റ്റേറ്റ് ലിസ്റ്റാണ്. അതായത് അതത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് നിയമം ഉണ്ടാക്കണം. അപ്പോൾ കൃഷി ഏത് ലിസ്റ്റിലാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. 4, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം ഏതാണ്? നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം 2010 ആണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്, ഓർത്ത് വെക്കണം. ആണവോർജം ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? ആണവോർജം എന്ന് പറയുന്നത് ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഒരു ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും എന്താ പറയുക, അടിയന്തര അവസ്ഥയിൽ വളരെ എമർജൻസിക്ക് ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾ. ഇപ്പോൾ ആണവോർജം എന്നൊക്കെ പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഏത് ലിസ്റ്റിലേ ഉൾപ്പെടൂ? ഈ ആണവോർജം എന്നൊക്കെ പറയുന്ന വിഷയം ആരേ കൈകാര്യം ചെയ്യുള്ളൂ? യൂണിയൻ ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് മാത്രമേ കൈകാര്യം ചെയ്യുള്ളൂ. അപ്പോൾ ഏത് ലിസ്റ്റിലായിരിക്കും? യൂണിയൻ ലിസ്റ്റിലായിരിക്കും. 6ാമത്തെ ചോദ്യം, ഭരണഘടനയിൽ മൗലിക കടമകൾ നിർദ്ദേശിച്ച അല്ലെങ്കിൽ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? മൗലിക അവകാശങ്ങളല്ല, കടമകൾ അല്ലെങ്കിൽ കർത്തവ്യങ്ങൾ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരൻ സിംഗ് കമ്മിറ്റിയാണ് അല്ലേ. സ്വരൻ സിംഗ് കമ്മിറ്റി. 42nd അമെൻമെൻറ്റ് ആക്ട് അല്ലേ, 1976. 42ാമത്തെ അമെൻമെൻറ്റ് ഭേദഗതി ഏത് വർഷമാണ്? 1976. 7, ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലിക അവകാശങ്ങൾ സംബന്ധിച്ച ഉപസമിതിയുടെ ചെയർമാൻ ആര്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലിക അവകാശങ്ങൾ സംബന്ധിച്ച് ഉപസമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് JP കൃപാലിനിയാണ്. JP കൃപാലിനി. മൗലിക അവകാശങ്ങൾ സംബന്ധിച്ച ഉപസമിതിയാണ്, അതിൻ്റെ ചെയർമാൻ JP കൃപാലിനി. 8, ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത വനിത ആര്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, റിപ്പീറ്റഡ് ചോദ്യമാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത വനിത ആരാണ്? ആനി മസ്കറിനാണ്. ആനി മസ്കറിൻ. ഇന്ത്യയിൽ നിയമദിനം ആചരിക്കുന്ന എന്നാണ്? ഇന്ത്യയിൽ നിയമദിനം ആചരിക്കുന്ന എന്നാണ്? നവംബർ 26-ാം തീയതിയാണ് ഇന്ത്യയിൽ നിയമദിനം ആചരിക്കുന്നത്. 10, ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് കോടതി വിധിച്ചത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണിത്. ഏത് വർഷമാണ്? ഏതാണ് കേസിൻ്റെ പേര്? ഏത് കേസിലാണ് ആമുഖം, ദ പ്രിഫേസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഏതാണ്? ദ പ്രിയാമ്പിൾ, ഭരണഘടനയുടെ ഭാഗമല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടല്ല എന്ന് പറഞ്ഞത് എന്ന് കോടതി വിധിച്ചത് ഏത് കേസിലാണ്? ബറൂബാറി കേസ് എന്ന് കേട്ടില്ല, 1960. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ് ബറൂബാറി കേസ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കാം. സാധാരണഗതിയിൽ എക്സ്ട്രാ ടെറിട്ടോറിയൽ ആയിട്ടുള്ള ലെജിസ്ലേഷൻ എന്ന് കേട്ടിട്ടുണ്ട്. എക്സ്ട്രാ ടെറിട്ടോറിയൽ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്ത് ഉള്ള സബ്ജക്ട്സിനെ നിയന്ത്രിക്കാൻ യൂണിയൻ ഗവൺമെൻറ്റിന് അധികാരമുണ്ടോ? അല്ലെങ്കിൽ നിയമം ഉണ്ടാക്കാനുള്ള, അല്ലെങ്കിൽ നിയമം അതിൻ്റെ മുകളിൽ നിയമം എന്താ പറയുക, ഇപ്പോൾ പ്രോമൽഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എനാക്ട് ചെയ്യാനുള്ള അധികാരമുണ്ടോ എന്നുള്ളത് നിങ്ങളോടുള്ള ചോദ്യമാണ്.
യൂണിയൻ ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ പാർലമെൻറ്റിന് എക്സ്ട്രാ ടെറിട്ടോറിയലായിട്ട്, അതായത് നമ്മുടെ ബൗണ്ടറീസിന് രാജ്യത്തിൻ്റെ ബൗണ്ടറിക്ക് പുറത്ത് ഒരു സബ്ജക്റ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരാളുടെ കാര്യം തീരുമാനിക്കുക, ഇന്ത്യൻ പൗരൻ്റെ ആണെങ്കിൽ കൂടി രാജ്യത്തിന് പുറത്ത് കൺട്രോൾ ചെയ്യാനുള്ള നിയമം പാസ്സാക്കാൻ അധികാരമുണ്ടോ നിങ്ങളോടുള്ള ചോദ്യമാണ്. നിങ്ങൾ ഉത്തരം പറയുക. എക്സ്ട്രാ ടെറിട്ടോറിയൽ ലെജിസ്ലേഷൻ യൂണിയൻ ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു പവർ യൂണിയൻ ഗവൺമെൻറ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ബൈ, ടേക്ക് കെയർ.